സൂറത്തുൽ ളുഹ പാരായണം ചെയ്യാം. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹ വല്ളുഹ വല്ലൈലി ഇദാ സജാ. അവിടെ കൂടുതൽ നീട്ടരുത്. ഇദാ സജാ എന്ന് ഇദാ സജാ അങ്ങനെ നീട്ടരുത്. വല്ളുഹ എന്ന് പറയരുത്. വല്ളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക. മാ വദ്ദഅ എന്നല്ല, വദ്ദഅ ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക. യുഅ്തി എന്നല്ല, യുഅ്തി എന്നല്ല, ആണ്. യുഅ്തീക റബ്ബുക ഫതറുല്ലാ. അവിടെ മദ്ദിന്റെ ചിഹ്നമുണ്ട്. ആ മദ്ദിന്റെ ചിഹ്നം ഉണ്ട് എന്ന് കരുതിയിട്ട് കൂടുതൽ നീട്ടരുത്. ഫതറുല്ലാ എന്ന് പറയരുത്. അവിടെ നിർത്തുന്നില്ല എങ്കിലേ അവിടെ മദ് വരുള്ളൂ. ഫതറുല്ലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതറുല്ലാ അലം യജിദ്ക യതീമൻ ഫആവാ. അലം യജിദ്ക അലം യജിദ് യജിദ് എന്നല്ല, യജി. അലം യജിദ്ക യതീമൻ ഫആവാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതറുല്ലാ അലം യജിദ്ക യതീമൻ ഫആവാ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഫതറുല്ലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. ووجدك ضالا فهدى ووجدك عائلا فأغنى ووجدك عائلا فأغنى ووجدك عائلا فأغنى فأما اليتيم فلا تقهر. അവിടെ ശബ്ദമുള്ള മീമുണ്ട്. ഫഅമ്മൽ എന്ന് പറയുന്നത് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് وأما السائل فلا تنهر وأما بنعمة ربك فحدث. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് ചോദിക്കാം. മദ്രസ സംബന്ധമായ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും പ്രത്യേകം രക്ഷിതാക്കൾക്കൊക്കെ പിന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് വരും. പിന്നെ നമ്മളെ എഴുത്തും വായനയൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ച് ആളുകൾ കൂടിയതിന് ശേഷം നമ്മുടെ ചാനൽ പിന്നെ നമ്മളെ ക്ലാസ്സൊക്കെ തുടങ്ങാം എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 70ൻ്റെ അടുത്ത ആളായിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുത്തും വായനയും കൂട്ടി വായന അറബി മലയാളം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിക്കാം. മുതിർന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് വളരെ വിശദമായിട്ട്
പാരായണം വളരെ മനോഹരമായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിയമങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകൾ മദ്രസ ഖുർആൻ പഠന സഹായി എന്ന ചാനലിലുണ്ട്. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ പിന്നെ മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ യൂട്യൂബ് ചാനലാണ് പറഞ്ഞത്. പിന്നെ മറ്റു ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ അതിലൊക്കെ മറ്റു ക്ലാസ്സുകളൊക്കെ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായും മദ്രസ പഠന സഹായി, മദ്രസ ഖുർആൻ പഠന സഹായി രണ്ടുമുണ്ട്. രണ്ടും സെർച്ച് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമ അള്ളാഹു തആല വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ധാരാളമായിട്ട് ഖത്മുകളൊക്കെ തീർക്കാൻ ഏത് ഭാഗത്തുനിന്ന് ഓതാനൊക്കെ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തിയും ഹിഫ്ളും അള്ളാഹു തആല അഖലും അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.